അപ്പോൾ നിങ്ങളുടെ ഒരു കഷ്ടകാല സമയമൊക്കെ അവസാനിച്ച് നല്ലൊരു കാലം നിങ്ങൾക്കായിട്ടുണ്ടാകുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. 2 കാർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എനർജി പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജനറൽ റീഡിംഗ് വീഡിയോസൊക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ഒന്നിലധികം വീഡിയോസ് ഡെയിലി ഒരു പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ മാത്രം ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ട് റീഡിംഗ് എന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ 2 കാർഡ്സാണ് വന്നിട്ടുള്ളത്. ടവർ കാർഡും അതുപോലെ തന്നെ 5 സ്വാട്സുമാണ്. അപ്പോൾ ടവർ കാർഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില തകർച്ചകൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളെയാണ് കാണിച്ചു തരുന്നത്. അത് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അത് പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത നേരത്തെ എല്ലാം സൈലൻ്റ് ആയി മാറിയിട്ടുള്ളൊരു അവസ്ഥ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി കരിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു തകർച്ച, എങ്ങനെയാണെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല, നിങ്ങൾ പ്രതീക്ഷിച്ചത് പോലെ കാര്യങ്ങൾ വരാതെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ അത് തകർന്നു പോയിട്ടുള്ളൊരവസ്ഥ നിങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിച്ച പോലെയല്ല മറ്റുള്ളവരെന്നുള്ള ഒരു തോട്ടോ അങ്ങനെ പല രീതിയിൽ പലർക്കും പലതായിരിക്കും. എന്താണെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തകർച്ച നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ പലരും പല വേദനയിലൂടെ ആയിരിക്കും ഈ ഒരു സമയത്ത് കടന്നു പോകുന്നത്. സിറ്റുവേഷൻ പലതാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ ഇത് തന്നെയാണെങ്കിലും അത് അത്യാവശ്യമായിരുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനും റിയലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ളൊരു കാര്യമായിട്ട് ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു കഷ്ടകാലത്തിൻ്റെ ഒരു ഉച്ചസ്ഥായി കഴിഞ്ഞു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതായത് നിങ്ങളൊക്കെ തന്നെ കുറേയധികം മാക്സിമം ആ ഒരു വേദനയുടെ മാക്സിമം എത്തിയിട്ടുള്ളൊരു അവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വണ്ടിൽ 5 സ്പോട്സ് ആണ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഇതുവരെ പോരാടിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും അത് ചിലപ്പോൾ ഈഗോ ആയിരിക്കാം, ശത്രുക്കളായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം ചിന്തകൾ തന്നെ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു അവസാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കഷ്ടകാലത്തിൻ്റെ ആ ഒരു കഠിനമായ ഘട്ടം അവസാനിച്ചിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒരു ന്യൂ ബിഗിനിങ് ആണ്. കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ നിങ്ങളെ പലതും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കുറച്ചുകൂടെ പഴയതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി ആ ഒരു പാഠങ്ങൾ വെച്ചിട്ട് പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള സമയമായി. എന്ത് തന്നെയാണെങ്കിലും ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലർക്ക് ജീവിതത്തിലെ മറ്റു പല സാഹചര്യങ്ങളായിരിക്കാം, ചിലർക്ക് കരിയറിലുള്ള തകർച്ചയായിരിക്കാം, ചിലർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ചില ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്നൊരു ലോസോ കാര്യങ്ങളോ വന്ന് അതിൽ നിന്നൊരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പല രീതിയിലായിരിക്കാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാത്തിലൊരു മാറ്റം വരുമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യും.